ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ്? അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കോഫി പൗഡറില്ലേ, അതിൻ്റെ വലിയ പാക്കറ്റ് നമ്മളങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇതിൽ 400 എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് 300 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയത്. കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനം, പക്ഷേ അടിപൊളി കോഫിയാണ്. ഈ ബോക്സ് കണ്ടോ, ഇത് ഞാൻ മുൻപ് നിങ്ങളോട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റിലയൻസ് പോയപ്പോൾ അവിടെ ചെറിയ പൈസയ്ക്ക് ഈ ഒരു ഇത് വെക്കുന്നുണ്ടായിരുന്നു. ഓൺലൈനിനേക്കാളും കുറവ് ചെറിയ പൈസക്കാണ് എനിക്ക് ഈ ബോക്സ് 3 കിട്ടിയത്. ടീ, കോഫി, ഷുഗർ. ഇത് കൊണ്ടുവന്നിട്ട് വെച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെക്കാൻ മാത്രം സൗകര്യമൊന്നും ഞങ്ങളെ വീട്ടിലെ കബോർഡിലൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ കബോർഡെല്ലാം ഫുള്ളാണ്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ഇവിടെ വെക്കേണ്ടി വരും ഗ്രാനൈറ്റിൽ. അപ്പം ഞാൻ വിചാരിച്ചത് എവിടെ ഇനി വെക്കുക, തട്ടിൻ്റെ മേലെ വെക്കുകയാണ്. അതിൽ ഫുൾ നമ്മളെ എയർ ഫ്രയറും മിക്സിയും മറ്റേ എന്താ പറയുക ഗ്യാസല്ല നമ്മളെ ഇൻഡക്ഷനും ഒക്കെ ആയിട്ട് ഫുള്ളാണ്. വെക്കാൻ സ്ഥലവുമില്ല സത്യം പറഞ്ഞാൽ. ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടെങ്കിലും അതിൽ മര്യാദക്ക് ഒരു ബോക്സും നിൽക്കുന്നുമില്ല, താനും ഒരു കുപ്പിയും. എന്നിട്ട് ഇത് ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഏട്ടൻ എന്തരേ പറഞ്ഞു, നിനക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക, എത്ര ചെറിയ പൈസ ആയെങ്കിലും കണ്ടതെല്ലാം വാങ്ങുന്ന നിൻ്റെ ഈ സ്വഭാവം നിർത്തണമെന്ന്. പക്ഷെ ഞാനത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്ന് എയർ ടൈറ്റുള്ള പാത്രമൊന്നും കാണാത്തതുകൊണ്ട് ഇത് എടുത്ത്. ഇനി ഇതിപ്പോൾ വെച്ചാൽ നമുക്ക് നമ്മൾ അടുക്കള കിച്ചൺ ചെറിയ സ്പേസ് ആയതുകൊണ്ട് നമുക്കില്ല മേലെ വെക്കാനൊന്നും അതിന് മാത്രം സൗകര്യമൊന്നുമില്ല. ഒരുപാട് കബോർഡ്സൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ നമ്മുടെ സാധനങ്ങളും നിറഞ്ഞു, താഴെ ആയാലും മേലെ ആയാലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി വാങ്ങിയത് സമൂസയും പിന്നെ എന്താ നമ്മളെ കട്ട്ലറ്റുമാണ്. 2 ചിക്കൻ തന്നെയാണ്. പക്ഷേ സമൂസേനും എനിക്ക് ചിക്കനൊന്നും കിട്ടിയിട്ടില്ല. എനിക്കതൊരു വെജ് സമൂസ പോലെയാണ് തോന്നിയത്. കട്ട്ലറ്റും ഒക്കെ ആയിരുന്നു, ചിക്കൻ കട്ട്ലറ്റായിരുന്നു. പക്ഷേ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സോസെല്ലാം വേറെ സ്റ്റൈലിന് വെച്ചതാട്ടോ. ഞാനിതിൻ്റെ കൂടെ സോസൊന്നും യൂസ് ചെയ്യൂല. എനിക്കിങ്ങനെ ഇത് സാധാരണ പോലെ തന്നെ അങ്ങ് കഴിക്കാനും ഇഷ്ടം. പിന്നെ നല്ല ചൂടുള്ള കാപ്പി. അപ്പം പിന്നെ ഞാനെന്നാൽ ഇതൊക്കെ തിന്നട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളോട് എന്തൊക്കെയോ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതുതന്നെയാണ് ഞാൻ പറയാൻ വന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ നിങ്ങൾക്കുണ്ടോ ഗൈസ് ഈ സ്വഭാവം? നമ്മളിങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ പോയാൽ ചെറിയ പൈസക്ക് എന്തെങ്കിലും സാധനമെല്ലാം കണ്ടാൽ ആക്രാന്തം പിടിച്ചത് വാങ്ങൽ എനിക്കുണ്ട് കേട്ടോ. പണ്ടിങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ ഇവിടെ ഓണത്തിൻ്റെ എല്ലാം ഫെയറൊക്കെ വരുമ്പോൾ ഡ്രസ്സെല്ലാം ഉണ്ടാവും നമ്മളെ നാട്ടിലിങ്ങനെ. കണ്ണൂരാണല്ലോ എൻ്റെ സ്ഥലം. അപ്പോൾ കണ്ണൂർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് അതൊക്കെ വാങ്ങും, ഒരു കാര്യമില്ലാണ്ട്. അതൊരു 2-3 ഒരുമിച്ച് വാങ്ങിയാൽ തന്നെ അതൊരു നല്ല റേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ 299 300 അവിടെ. പക്ഷെ അത് ശ്രദ്ധിക്കാണ്ട് അങ്ങ് എടുത്ത് ചാടി വാങ്ങിയിട്ട് ലാസ്റ്റോ അതൊന്നും ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കഥ. അപ്പോൾ ഇത്രയിലും നിങ്ങൾ എന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.